നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ പുനർജനി നൂഴൽ ചടങ്ങ് ഭക്തിയുടെയും ആവേശത്തിന്റെയും കാഴ്ചയായി. വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിൽ പുരുഷന്മാർ മാത്രം നടത്തുന്ന ഈ ഗുഹാനൂഴലിന് സാക്ഷ്യം വഹിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് മലമുകളിലെത്തിയത്. നാമജപ ഘോഷയാത്രയോടുകൂടി ഗുഹാമുഖത്തെത്തിയ ഭക്തർക്ക് ദേവസ്വവും പഞ്ചായത്തും മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയത്. വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ വിവാദങ്ങൾ മാത്രം സൃഷ്ടിച്ച് വികസനങ്ങളെ വഴിതിരിച്ചു വിടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ 10 തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MT രമേശ്. ക്ഷേമ പെൻഷനുകൾ പടിപടിയായി വർദ്ധിപ്പിക്കുന്നത് LDFന്റെ പ്രഖ്യാപിത നയമാണെന്ന് മുൻ കൃഷിമന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ VS സുനിൽകുമാർ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമ്പോൾ എതിർക്കുന്ന കോൺഗ്രസ് നിലപാട് തുറന്നു പറയണമെന്നും അദ്ദേഹം രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തി. വടക്കാഞ്ചേരി LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ VS സുനിൽകുമാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് നടക്കുന്നത് കൊള്ളക്കാരുടെ ഭരണമാണ് എന്നും ഈ തെരഞ്ഞെടുപ്പിൽ അതിന് അറുതി വരുത്തണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്നും ഇടത് കോട്ടകൾ പോലും തകർന്നടിയുമെന്നും അദ്ദേഹം പറഞ്ഞു. യുവതീ-യുവാക്കൾക്ക് മുന്തിയ പരിഗണനയാണ് UDF നൽകിയിട്ടുള്ളതെന്നും അതിന്റെ ആവേശം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.